ഹലോ ഗൈസ്, എല്ലാവർക്കും VTUവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെത്ര പ്ലസ് ആപ്ലിക്കേഷനിലെ അപ്ഡേറ്റ് വന്നു. അതിൻ്റെ കുറച്ച് ചേഞ്ചസ് ആണ്. വളരെ പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെത്ര പ്ലസ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നെത്ര പ്ലസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ അപ്ഡേറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നേത്ര പ്ലസ് ആപ്ലിക്കേഷൻ പ്രീമിയം ആയിരിക്കുന്നു. ഇപ്പോൾ ബ്ലൈൻഡിനുള്ള മിക്ക ആപ്ലിക്കേഷനും പ്രീമിയം ആവുകയാണ്. നേരത്തെ VI ഗെയിംസ് ഇറങ്ങി, ഫ്രീ ആയിരുന്നു, പിന്നെ പ്രീമിയം ആയി. പിന്നെ ഡെവലപ്പേഴ്സിന് ഓരോന്ന് ഡെവലപ്പ് ചെയ്യാൻ പൈസ വേണം, അതുകൊണ്ട് അങ്ങനെ അവർ പ്രീമിയം ആക്കുന്നതാണ്. എന്തായാലും നേത്ര പ്ലസ് ലോഞ്ച് ചെയ്ത് ഒരു 6 മാസമെങ്കിലും ആയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉടനെ പ്രീമിയം ആയിരിക്കുന്നു. എന്താണെങ്കിലും ഇവിടെ നേത്ര പ്ലസിൽ അപ്ഗ്രേഡ് ടു പ്രീമിയം ബട്ടൺ ഉണ്ട്. ഓക്കെ, നമുക്കതിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രീമിയം മെമ്പർഷിപ്പ്, ഓക്കെ, സ്പീച്ച് റേറ്റ് കുറച്ചിട്ടുണ്ട്. Intelligent background navigation and a completely ad-free experience. Upgrade AI-powered accessibility tools for visually impaired users. Speech rate 107%. Screen search. Link. Controls. Headings. No previous heading. Paragraphs. Okay, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. AI-powered accessibility tools for visually impaired users. AI-powered accessibility tools for visually impaired users. Okay. Unlock unlimited access to all exclusive features. Enjoy unlimited content streamlines. Choose your unlock words. Characters. Accessibility volume. Okay, ഇപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് കൃത്യമായിട്ട് പറയുന്നതെന്ന് ഒറ്റയടിക്ക് വായിച്ച് നോക്കേണ്ടി വരും. കാരണം ഇവിടെ ഒറ്റ ലൈനിൽ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഒറ്റ പാരഗ്രാഫായിട്ട് തന്നെയാണ് അവർ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. Unlimited SEO text reading, detailed AI image descriptions, intelligent background navigation, and a completely ad-free experience. Upgrade to Network Plus Premium for the best unrestricted access. Okay. ഇതിൻ്റെ പ്രത്യേകതകൾ, ഈ പ്രീമിയം ഫീച്ചറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് OCR, AI ഇമേജ് OCR, AI PDF OCR, അൺലിമിറ്റഡ് OCR. ഓക്കെ, ഒരു ലിമിറ്റും ഇല്ല അതിൽ. പിന്നെ ആഡ്സ് ഇല്ല. ഈ ആപ്ലിക്കേഷനിൽ ആഡ്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഈ ആപ്ലിക്കേഷനിൽ ആഡ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇതെങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ കുറേ പാടുപെട്ടു. അപ്പോൾ പിന്നെ AI ഇമേജ് ഡിസ്ക്രിപ്ഷൻ ഈ പ്രീമിയത്തിലുള്ളതാണ്. നേത്ര നാവിഗേറ്റർ, ഓക്കെ, ഇതൊക്കെ പ്രീമിയത്തിലുള്ളതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കുറേ ഫീച്ചർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഇത്രയും ഫീച്ചറല്ലേ പ്രീമിയം ആയുള്ളൂ, ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആണല്ലോ. അതാണ് സുഹൃത്തുക്കളെ, ബാക്കിയൊന്നും ഫ്രീ അല്ല. അതും നമുക്ക് മുന്നോട്ട് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 മാസം 39 രൂപ. ഈ ബൈ നേത്ര പ്ലസ് 1 മന്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. 1 മാസം 39 ആണെങ്കിൽ അവർ 1 വർഷത്തേക്ക് കൊടുത്തിരിക്കുന്ന റേറ്റാണ് 329 രൂപ. 3 മാസം 99 രൂപ. 6 മാസം 179 രൂപ. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ്. സബ്സ്ക്രിപ്ഷൻസ് ഇപ്പം നമ്മൾ ഈ പ്രീമിയം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാസം കഴിഞ്ഞ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ പൈസ പോകുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇവിടെ വേറെ പ്രൈവസി പോളിസിയും ടേംസ് ആൻഡ് സർവീസും അതൊക്കെയാണ്. നമുക്ക് ബാക്ക് പോവാം. ഇതാണ് അപ്ഗ്രേഡ് ടു പ്രീമിയം എന്ന ഓപ്ഷനിലുള്ള കാര്യങ്ങൾ.
ചിലപ്പോൾ ഈ വീഡിയോ ഇത്തിരി ലോങ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇത്തിരി കൃത്യമായി നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ആഡ്സ് വേണ്ട എന്തിനാണെന്ന് വെച്ചാൽ കോയിൻസ് സിസ്റ്റം. ഓക്കെ, നേരത്തെ പ്ലസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടോ 40 കോയിൻസ്, ഇത്ര കോയിൻസ് ഉണ്ടെന്ന് തന്നെ കാണിക്കുന്നു. കോയിൻസൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഗെയിമാണെന്ന്. പക്ഷേ ഇതൊരു വല്ലാത്ത ടൈപ്പ് എക്സ്പീരിയൻസ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആപ്പിൽ ഞാൻ കാണുന്നത്. അപ്പം ഈ കോയിൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കുറച്ച് ഫീച്ചർ പറഞ്ഞല്ലോ, AI ഇമേജ് ഡിസ്ക്രിപ്ഷൻ, OCR, നാവിഗേറ്റർ, AIയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫീച്ചറും, നേത്ര AI, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ, ബാക്കി കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ, ബാക്കി കുറേ ഫീച്ചേഴ്സ് ബാക്കിയുണ്ടല്ലോ. അതിലെല്ലാം ഈ കോയിൻസ് ആവശ്യം വരും. ഒരു ഫീച്ചറും കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. എന്ന് വെച്ചാൽ നമ്മൾ ആഡ്സ് കണ്ട് ഈ കോയിന് കൂട്ടി 50 കോയിൻ വരെ മാക്സിമം നമുക്ക് ആക്കാൻ കഴിയും. അപ്പം അതിലേക്ക് പോവാം. ഓക്കെ, ഈ 50 കോയിൻസ് അല്ല, ആദ്യം 0 കോയിൻസ് എന്നായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നേത്ര റിവാർഡ് വാലറ്റ് എന്നൊരു ഓപ്ഷനിൽ വരും. എനിക്കിപ്പോൾ 45 കോയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഫീച്ചറിനും എത്ര കോയിൻ വെച്ച് നമ്മുടെ ഇതിൽ നിന്ന് കുറയും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, എല്ലാ ഫീച്ചറും ഫ്രീ അല്ല, എല്ലാ ഫീച്ചറും പ്രീമിയം ആണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഇപ്പോൾ നേത്ര% ഈ പ്ലാൻ 1 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് വാങ്ങുകയാണെങ്കിൽ എല്ലാ ഫീച്ചറും ഫ്രീ ആയിരിക്കും. പക്ഷേ ആഡ്സ് കണ്ടത് വരും ഈ ഫ്രീ അല്ലാത്ത നമ്മളൊക്കെ സാധാരണ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഈ പ്ലാനിൽ. കോയിൻസ് യൂസേജ് ഗൈഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക്. അതിലാണ് ഇതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഓക്കെ, കോയിൻസ് യൂസേജ് ഗൈഡ്. ഓക്കെ, ഇപ്പോൾ നിലവിൽ 40 കോയിൻ ഉണ്ട് എൻ്റെ വാലറ്റിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീച്ചറിൻ്റെ പേര്, അതിൻ്റെ താഴെ വേണ്ട കോയിൻസ്, അങ്ങനത്തെ രീതിയിലായിരിക്കും. ഇനി ഓർഡറിലായിരിക്കും ഓരോ ഫീച്ചറിൻ്റെ പേര്, കോയിൻസ് അങ്ങനെ ഓർഡറിലായിരിക്കും താഴെ കൊടുത്തിരിക്കുക. അതാണ് കാണിക്കുന്നത്. ഓക്കെ, ഓഡിയോ ലാബ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഓഡിയോ ലാബിൻ്റെ അകത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. അതിൽ ഏത് ഫീച്ചർ, ഇപ്പോൾ ഒരു വട്ടം നമ്മൾ ഓഡിയോ ട്രിം എടുത്തു, ഒരു വട്ടം ഓഡിയോ ടു വീഡിയോ എടുത്തു, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 10 കോയിൻ പോകും. ഓക്കെ, ഓഡിയോ ലാബ് ഉപയോഗിക്കുന്നതിന് 5 കോയിനാണ് ഒരു വട്ടം ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ 2-3 ഫീച്ചറൊക്കെ എടുത്താൽ ഒരേ സമയം തന്നെ 10-15 കോയിൻ പോകും. ഓക്കെ, ബാറ്ററി അനൗൺസർ നമുക്ക് പ്രവർത്തിപ്പിക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യാത്ത സമയത്തൊന്നും കോയിൻ പോവില്ല. നമ്മൾ ബാറ്ററി അനൗൺസർ എന്ന് തന്നെ ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 5 കോയിൻസ് പോകും. ഓക്കെ, കോഡ് റണ്ണർ 5 കോയിൻ. ഇതെല്ലാം 5 കോയിൻ തന്നെയാണ്. എല്ലാ ഫീച്ചറും 5 കോയിനാണ്. ന്യൂസ് ഹബ്, ഇതിനാണ് 10 കോയിൻസ്. പക്ഷേ ആദ്യം നേത്ര+ന്റെ ന്യൂസ് ഹബ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അതേപോലെ അല്ല ഇപ്പോൾ നേത്ര+ന്റെ ന്യൂസ് ഹബ്. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ ലേഔട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതും 5 കോയിൻസ്. ബട്ട് ന്യൂസ് ഹബിന് മാത്രമാണ്. ഓക്കെ, ന്യൂസ് ഹബിന് മാത്രമാണ് 10 കോയിൻസ് ആവശ്യമുള്ളത്. ഇനി ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ഇത് ഈ റിസ്യൂം ബിൽഡർ തന്നെ ഓപ്ഷൻ പുതിയതായിട്ട് വന്നതാണ്. എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, ടോക്കിംഗ് ക്യാമറ, ഇതിനും കൂടെയാണ് 10 കോയിൻസ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, Talking clock requires 5 coin. Text analyzer requires 5. Text to audio requires. Video lab requires 5. Voice record requires 5 coins. Trigger when opened. Voice reminder requires 5 coins. Trigger when opened. Pause button. Voice typer requires 5 coins. Okay, talking camera news hub. ഇതിനൊക്കെയാണ് 10 കോയിൻസ് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ തന്നെ കോയിൻസ് യൂസേജ് ഗൈഡിന് ശേഷം നമ്മളിപ്പോൾ നേത്ര റിവാർഡ് വാലറ്റിലാണ് നിൽക്കുന്നത്. ഇത്ര കോയിൻസ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് നേത്ര റിവാർഡ് വാലറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് ബട്ടനായി നമ്മൾ
കോയിൻസ് യൂസേജ് അത് നോക്കി. ഇതിനകത്ത് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ നേരത്തെ അപ്ഗ്രേഡ് ടു പ്രീമിയം ഓപ്ഷനിൽ പോയില്ലേ, അങ്ങോട്ടേക്ക് പോകാനുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ബാലൻസ് 40 കോയിൻസ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്, ആഡ്സ് കാണുക. അപ്പോൾ ഒരു ആഡ് കണ്ടാൽ 10 കോയിൻസ് കിട്ടും. 5 ആഡുകളെ കാണാൻ കഴിയൂ. എന്നുവെച്ചാൽ ഒരു ദിവസമല്ല, ഇതിനകത്ത് ഈ വാളറ്റിൽ 50 കോയിൻ വരെ നമുക്ക് കൂട്ടാൻ കഴിയും. നമുക്ക് ചില ഗെയിമുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇങ്ങനെ കൂട്ടി എത്ര വേണം പോകാമായിരുന്നു. പക്ഷേ ഇതിൽ 50 കോയിൻ വരെ പോകാൻ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 10 കോയിൻ കുറച്ചാലേ നമുക്ക് 10 കോയിൻ കുറച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു ആഡ് കാണിക്കും. ഇപ്പോൾ എനിക്ക് ഒരു ആഡ് മാത്രമേ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ 40 കോയിനുണ്ട്. ഒരാടും കൂടെ വാച്ച് ചെയ്താൽ 50 ആകും. പിന്നെ ബാക്കി ആഡുകൾ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടത്തില്ല നമുക്ക്. അതാണ് സംഭവം. ഓക്കെ, ഏൺ മോർ കോയിൻസ്, റിവാർഡ് ആഡ് 1, വാച്ച് ഷോർട്ട് വീഡിയോസ്. ഓക്കെ, അൺലോക്ക് റിവാർഡ് പ്ലസ് 10 കോയിൻ, ഡബിൾ ടാപ്പ് ടു വാച്ച് ആഡ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം നമ്മൾ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ഓപ്പൺ ആകും. അപ്പോൾ അത് ഇനി കാണിച്ച വീഡിയോ ഇത്തിരി ലോങ് ആവും. അപ്പോൾ അതിന് ശേഷം ആഡ് തീരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ ആഡ് വെച്ചതിന് ശേഷം കുറച്ച് നേരം സൈലൻ്റായി ഇരിക്കുമ്പോൾ ആഡ് ഇങ്ങനെ പ്ലേ ആവും. അതിനുശേഷം ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ ഒരു ക്ലോസ് ബട്ടൺ വരും അവിടെ. ആ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ക്ലോസ് ആകും. 10 കോയിൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, എനിക്ക് ഈ ഒരു ആഡ് മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ അടുത്ത സ്ഥലത്തൊക്കെ സ്വൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, വാലറ്റ് ഫുൾ. ഇപ്പോൾ എനിക്ക് ഒരു ആഡ് കാണാനേ ഓപ്ഷൻ വരും. ഇതുവരെ ഈ ഫീച്ചർ ആഡ് നോക്കാത്തവർ 5 ആഡുകൾ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂസ് ഹബ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ 40 കോയിനാണ് സുഹൃത്തുക്കളെ. ന്യൂസ് ഹബ് എടുക്കാൻ പോവാണ്. ന്യൂസ് ഹബ് എടുക്കുന്നു. ഓക്കെ, ഒരു ന്യൂസ് വന്നു. പക്ഷേ ഈ ന്യൂസിൻ്റെ പ്രശ്നം, മുമ്പ് മലയാള സപ്പോർട്ടായിരുന്നു ന്യൂസ് ഹബിൽ. ഇപ്പം മലയാളം ഇല്ല ഗൈസ്, ഹിന്ദി ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വെബ്സൈറ്റ് പോലെ അതൊക്കെ കുറച്ച് ലിങ്കുകളും ആഡുകളൊക്കെ വരും, പരസ്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വാലറ്റിലേക്ക് പോവാം. കണ്ടോ, 30 കോയിൻസ് ആയി. ഇപ്പോൾ ഞാൻ ന്യൂസ് ഹബ് വീണ്ടും എടുത്തു. അങ്ങനെ 30 കോയിനായി. കണ്ടോ, 30 കോയിൻസ് ആയി. എനിക്കിപ്പോൾ ആഡ് 5 ആഡായി. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്രയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ന്യൂസ് ആപ്പ് ഓപ്പൺ ചെയ്തു. ഇനി 1 മണിക്കൂറിന് ശേഷമേ ഒരു ആഡും കൂടെ കാണാൻ കഴിയൂ. ഓക്കെ, ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇനി 2 ആഡും എനിക്ക് 1 മണിക്കൂറിന് ശേഷമേ കാണാൻ കഴിയൂ. ഇപ്പോൾ 59 മിനിറ്റായി. 59 മിനിറ്റിന് ശേഷമേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നേത്രപ്രസിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഫീച്ചേഴ്സ്, നാവിഗേറ്റർ എന്നൊക്കെ പറഞ്ഞ ഫീച്ചറുണ്ട്. അതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.